പോലീസ് യോഗത്തിൽ മുഖ്യമന്ത്രി അതിരൂക്ഷമായി സമീപകാലത്തെ പോലീസ് ഇടപെടലിനെ വിമർശിച്ചു എന്നതാണ്. മൂന്നാം മുറ കണ്ടു നിൽക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞത്. ഇന്ന് ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അഴിമതി വേണ്ട, പോലീസിൽ അഴിമതി വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോക്സോ കേസ് അട്ടിമറിച്ചു എന്ന് സമീപ ദിവസങ്ങളിൽ ചർച്ചയായ പത്തനംതിട്ടയിലെ കേസ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം സൂചിപ്പിച്ചു. പത്തനംതിട്ട SP ആയിരുന്ന വിനോദ് കുമാറിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തികൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സമീപ ദിവസങ്ങളിൽ അല്ലെ സമീപ മാസങ്ങളിൽ പോലീസിനെതിരെ ഉയർന്ന വലിയ വിമർശനങ്ങൾ, കസ്റ്റഡി മർദ്ദനം അടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ പരാമർശിച്ചും അല്ലാതെയും ഒക്കെ മുഖ്യമന്ത്രി പോലീസ് സേന ഉന്നത ഉദ്യോഗസ്ഥരെ ഇന്ന് വിമർശിച്ചു യോഗത്തിൽ, അല്ലേ? ഉറപ്പായിട്ടും. കാരണം രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാർ ഏൽക്കേണ്ടി വരുന്ന പരിക്കുകൾ, പോലീസിനെ കൊണ്ട് ഏൽക്കേണ്ടി വരുന്ന പരിക്കുകൾ, അത് കൃത്യമായി ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിനെ മൂന്നാം മുറ സംബന്ധിച്ച് അല്ലെങ്കിൽ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ കണ്ടു നിൽക്കില്ല, മാത്രവുമല്ല കർശന നടപടി അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ഈ പോലീസിൽ അഴിമതി, അത് പ്രത്യേകിച്ച് ഇടക്കാലത്തുണ്ടായിരിക്കുന്ന പോലീസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി ആ രീതിയിലൊരു മുന്നറിയിപ്പ് ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പത്തനംതിട്ട SP ആയിരുന്ന VG വിനോദ് കുമാറിന്റെ പേരെടുത്തു പറയാതെ അദ്ദേഹം നടത്തിയ പത്തനംതിട്ട ഇടപെടൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പോക്സോ കേസ് അട്ടിമറിച്ചുവെന്നും കോടതിയിലെ തിരിച്ചടിയായി നടക്കുമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞു. സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തികൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിൽ കാസ RSS വർഗീയ കൂട്ടുകെട്ടെന്ന് മുഖ്യമന്ത്രി പോലീസിന്റെ യോഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. വർഗീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്നും കർശന നിരീക്ഷണവും നടപടിയും വേണമെന്നും മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഏതറ്റം വരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പോലീസ് യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, സമീപ ദിവസങ്ങളിൽ ഉയർന്ന ഈ പോലീസ് കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഈ മൂന്നാം മുറ അത് കർശനമായി കൈകാര്യം ചെയ്യും എന്ന മുന്നറിയിപ്പ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇന്ന് നൽകിയത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.